ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ NIOSും അതുപോലെ തന്നെ നോർമലി ബയോളജി പഠിക്കുന്ന കുട്ടികൾക്കും ആയിട്ടുള്ള ബയോളജിയിലെ ക്ലാസ് ആണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ചാപ്റ്റർ 28 ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് അല്ലെ. ചാപ്റ്റർ 27 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് വാട്ടർ സൈക്കിളും കാര്യങ്ങളൊക്കെ പഠിച്ചു നിർത്തിയത് ഓർമ്മയുണ്ടോ? ഇന്ന് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 28 ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ആണ്. അപ്പോൾ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമുക്ക് ന്യൂട്രീഷൻ വേണം. അത് എത്ര അളവിലാണ്, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് കഴിക്കാനായിട്ടുള്ളത്, ഏതൊക്കെ ഫുഡ് നമുക്ക് വേണം, അത് മാത്രമല്ല എന്തൊക്കെ വേണം, മിനറൽസ് വേണം, വിറ്റാമിൻസ് വേണം, പല തരത്തിലുള്ള ഘടകങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിനെ എന്ത് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പാഠമാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു പാഠഭാഗത്തു നിന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നത്. അപ്പോ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഈ പാഠം നമുക്ക് എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈൻ ദ ടേംസ് ഫുഡ്, പിന്നെ ന്യൂട്രീഷൻ, ഡിസീസ്, മൈക്രോ ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസ്, പിന്നെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ എനർജിയും കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് തീരെ വൈകിപ്പിക്കേണ്ട. എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഫുഡ്? എന്താണ് ഫുഡ് എന്ന് പറയുന്നത്? ഫുഡ് ഈസ് എനി സബ്സ്റ്റൻസ് വിച്ച് പെർഫോംസ് ഫോളോയിങ് ഫങ്ഷൻസ് ഇൻ ദ ബോഡി. എന്തുമാകാം അല്ലെ. നമ്മൾ കഴിക്കുന്നത് എന്ത് തന്നെയാണ് ഫുഡ് എന്ന് പറയുന്നത്. എനി സബ്സ്റ്റൻസ് ആണ്. എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? എനർജി ഫോർ ലൈഫ് പ്രോസസ്, നമുക്ക് ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ ബോഡിയിൽ എന്ത് വേണം? നമുക്ക് ഊർജ്ജം ലഭിക്കുന്നതിന് നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. ബിൽഡ് അപ്പ് ന്യൂ സെൽസ് ഡ്യൂറിങ് ഗ്രോത്ത്, നമ്മുടെ പുതിയ സെല്ലുകൾ, പുതിയ കോശങ്ങൾ വളർന്നു വരുന്നതിന് നമുക്ക് ഫുഡ് വേണം. രണ്ടാമത് റിപ്പയർ വോം ഔട്ട് ഡാമേജ്ഡ് ടിഷ്യൂസ്, നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ടിഷ്യൂസ് ഡാമേജ്ഡ് ആകുകയാണെങ്കിൽ അത് റിക്കവറി ആകാൻ വേണ്ടി നമുക്ക് നല്ലപോലെ ഫുഡ് കഴിക്കണം. പിന്നെ എയ്ഡ്സ് ഇൻ പ്രൊഡക്ഷൻ യൂസ്ഫുൾ ബോഡി കമ്പൗണ്ട്സ്, ഒരു ബോഡി കമ്പൗണ്ട്സിനൊക്കെ എന്ത് വേണം? നമുക്ക് ആ ബോഡി കമ്പൗണ്ട്സ് ഒക്കെ പ്രൊഡക്ഷൻ ആയിട്ട് വരാനൊക്കെ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഫുഡ് നമ്മൾ കഴിച്ചേ പറ്റും. അപ്പോൾ ഇത് എന്തിനൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഫുഡ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫുഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കും. എന്നാലും പട്ടിണി കിടക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ബോഡിയിൽ എന്ത് വേണം? നമുക്ക് ഫുഡും വാട്ടറും ഒക്കെ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യണം? വേണം. അപ്പൊ നോക്കിക്കേ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. ഫുഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ് ഓൺ ദെയർ ഫങ്ഷൻസ്. ഫുഡിനെ നമുക്ക് 3 കാറ്റഗറി ചെയ്യാം. എനർജി പ്രൊവൈഡ് ഫുഡ്സ് അല്ലെ, എനർജി പ്രൊവൈഡ് ഫുഡ്സ്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, പിന്നെ എന്താണ്? പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്സ്. 3 കാറ്റഗറി ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കാം. ഊർജം നൽകുന്ന ആഹാര പദാർത്ഥങ്ങളുണ്ട്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, ശരീരം നിർമ്മിക്കുന്ന നമ്മുടെ ആഹാര പദാർത്ഥങ്ങളുണ്ട്, സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫുഡ് ഐറ്റംസും ഉണ്ട്. അപ്പൊ 3 ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, എനർജി തരണം അല്ലെ. നമ്മുടെ ഫുഡ് നമുക്ക് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്ന്, എനർജിക്ക്. 2, ബോഡീനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോഡി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. 3, പ്രൊട്ടക്ട് ചെയ്യും, നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പല തരത്തിലുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ എന്താണ്? സിട്രസ് ആയിട്ടുള്ള പുളിപ്പുള്ളത് കഴിക്കുന്നുണ്ട്, നാരുകൾ അടങ്ങിയിട്ടുള്ളത് കഴിക്കും, റഫേഴ്സ് ആയിട്ടുള്ള കഴിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്, മിൽക്ക് നമ്മൾ കുടിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ആഹാര പദാർത്ഥങ്ങളാണ്. ഇതിലെല്ലാം ഓരോ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് വഴി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തിനൊക്കെയാണ് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനൊക്കെയാണ്? എനർജി പ്രൊവൈഡിങ് ഫുഡ്സ്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്സ്. നമ്മുടെ ശരീരത്തിൽ റെഗുലേറ്ററി ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഉപാപചയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിസം, ഇതെല്ലാം സുഗമമാക്കണമെങ്കിൽ എന്ത് വേണം? ഫുഡ് കഴിച്ചേ പറ്റും. ഇനി നമുക്ക് നോക്കാം എനർജി പ്രൊവൈഡിങ് ഫുഡ്സ് എന്തൊക്കെയാണ്. അതിലൂടെ പറയുന്നുണ്ട് സെറൽസ്, അതുപോലെ സെറൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, ഷുഗർ, ഫാറ്റ്, ഓയിൽ, ജാഗ്രി, കോക്കനട്ട് ആൻഡ് ഗ്രൗണ്ട് നട്ട്സ്, നിലക്കടല, ഇതെല്ലാം നമുക്ക് എനർജി തരുന്ന ആഹാര പദാർത്ഥമാണ്. എനർജി എന്ന് പറയുന്നത് എന്താണ്? ദർ ആർ റിച്ച് കാർബോഹൈഡ്രേറ്റ്, ഇതിൽ നിറയെ എന്തുണ്ട്? റിച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കഴിക്കണമെന്നാണ്? കാർബോഹൈഡ്രേറ്റും റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് നിലക്കടല അതുപോലെ തന്നെ ജാഗ്രിയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഷുഗർ നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. നമ്മുടെ ധാന്യങ്ങൾ കഴിക്കണം. ഫാറ്റ്, കൊഴുപ്പുകൾ, ഓയിൽസ്, ഇവയെല്ലാം നമുക്ക് എനർജി തരുന്ന, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിരുത്തി അവിടെ ഇരുന്ന് പോകും, അല്ലെങ്കിൽ നമുക്ക് എനർജി ഇല്ല, ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല, ഡള്ളായിപ്പോ, നമ്മൾ നല്ലപോലെ ടയേർഡ് ആയിപ്പോ. അപ്പൊ നമുക്ക് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം? നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ എന്ത് റൊട്ടീനായിട്ട് ലൈഫ് റൊട്ടീനിൽ എന്തൊക്കെയാണ്? നല്ല ആഹാരങ്ങൾ കഴിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എനർജി കിട്ടുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ ഉന്മേഷം കാണില്ല, എപ്പോഴും നമുക്ക് ക്ഷീണമായിരിക്കും, എപ്പോഴും നമുക്ക് ഉറങ്ങണമെന്ന് തോന്നും അല്ലെ. അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വരും. രണ്ടാമത്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. എന്തൊക്കെയാണ് ബോഡി ബിൽഡ് ചെയ്യുന്ന ഫുഡ്സ്?
അതെന്തൊക്കെയാണ്? there are rich protein. അവയിൽ എന്തടങ്ങിയിരിക്കണം? ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താ? നിങ്ങൾക്കറിയില്ല, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവർക്ക് പ്രോട്ടീൻ വേണമെന്ന് പറയും അല്ലെ? അവർക്ക് എന്ത് വേണം? പ്രോട്ടീൻ ആണ്. അവർക്ക് പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് അവരുടെ ബോഡീനെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബോഡീനെ നിർമ്മിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബോഡീനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. എന്തൊക്കെയാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്സ്? ദർ ആർ റിച്ച് കണ്ടന്റ്സ്. എന്ത് വേണം? എന്തടങ്ങിയിരിക്കണം? അതിൽ പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. അതെങ്ങനെയാണ്? നമ്മൾ ന്യൂ ടിഷ്യൂസ് എന്ത് ചെയ്യും? ഫോർമേറ്റ് ചെയ്യും. ന്യൂ ടിഷ്യൂ ഫോർമേറ്റ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലെഗുമിൻസ്, മിൽക്ക്, എഗ്, മീറ്റ്, ഫിഷ്, പൾസസ്, നട്ട്സ്, ഓയിൽ സീഡ്സ്. എന്തൊക്കെയാണ്? ഒന്നുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? പയറുവർഗ്ഗങ്ങൾ, പാല്, മുട്ട, പിന്നെന്താണ്? ഇറച്ചി, മീന് അല്ലെ? പിന്നെന്താണ്? മത്സ്യങ്ങൾ, പിന്നെന്താണ്? ധാന്യങ്ങൾ, നട്ട്സ്, കടല, അങ്ങനത്തെ നമ്മൾ നട്ട്സ് എന്ന് പറയില്ലേ? കാഷ്നട്ട് വരും, വാൾനട്ട് വരും, എന്ത് വരും, അങ്ങനെ നട്ട്സ്. പിന്നെ എന്താണ്? ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കൾ. ഇതെല്ലാം ധാരാളമായിട്ട് കഴിക്കണം. അതുകൊണ്ടാണ് ജിമ്മിലൊക്കെ പോകുന്ന ചേട്ടന്മാരൊക്കെ എഗ്ഗൊക്കെ നല്ല പോലെ കഴിക്കുന്ന കണ്ടിട്ടില്ലേ? മുട്ട കഴിക്കുന്നുണ്ട് അവര്, പ്രോട്ടീൻ അടങ്ങുന്ന ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, നട്ട്സ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ അവരുടെ മസിൽസ് ഒക്കെ നല്ല എന്ത് ചെയ്യും? ബോഡീനെ ബിൽഡ് ചെയ്യാണ് അല്ലെ? അതുകൊണ്ടാണ് ബോഡി ബിൽഡിംഗ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്സ് ഏതൊക്കെയാണ്? പ്രൊട്ടക്ട് ചെയ്യുന്ന ഫുഡ്സ് ഏതൊക്കെയാണ്? റിച്ച് മിനറൽസ്. അതിൽ എന്തടങ്ങിയിരിക്കണം? റിച്ച് മിനറൽസ് അടങ്ങിയിരിക്കണം. മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിരിക്കണം. അതിന് നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? റെഫേജ് ആൻഡ് വാട്ടർ അല്ലെ? റെഫേജ് ആൻഡ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? നാടനായിട്ടുള്ള പഴങ്ങളും അത് മാത്രമല്ല നിറയെ വെള്ളവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുടിക്കണം. ദേ ഹെൽപ്പ് ഇൻ റെഗുലേഷൻ ഇന്റേണൽ മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ എന്താണ്? മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ നമ്മൾ പറയാം, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് മെറ്റബോളിസം ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവയെല്ലാം കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്? അവയെല്ലാം നിയന്ത്രിക്കും ബോഡിയെ. അതിന് നമ്മൾ എന്തൊക്കെ കഴിക്കണം? ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം അല്ലെ? നാരുകൾ അടങ്ങിയ റെഫേജ് എന്ന് നാരുകൾ അടങ്ങിയത് ആഹാരങ്ങൾ കഴിക്കണം. പിന്നെ വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം. അമ്ല എന്ന് പറയുന്നതാണ് നെല്ലിക്ക അല്ലെ? അമ്ല. ഗുവ എന്ന് പറയുന്ന പേരയ്ക്ക, സിട്രസ് നാരങ്ങ, ഓറഞ്ച്, വാട്ടർമെലോൺ, തണ്ണിമത്തങ്ങ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ ഒന്നുകൂടെ എനർജി പ്രൊവൈഡിങ് ഫുഡ്സ് ഉണ്ട്, പിന്നെ ബോഡി ബിൽഡിംഗ് ഫുഡ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ് ഉണ്ട്. ഇതില് കാർബോഹൈഡ്രേറ്റ് എനർജി തരുന്നുണ്ട്. നമ്മുടെ ബോഡി ബിൽഡിങ്ങിൽ നമുക്ക് എന്താ? നമ്മുടെ പ്രോട്ടീൻ ആണ്. നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മിനറൽസും വൈറ്റമിൻസും ആണ്. ക്ലിയർ അല്ലേ? ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ബയോളജി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ദ 3 ഫുഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? 3 തരത്തിലുള്ള ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഗ്രൂപ്പ്, മേജർ ന്യൂട്രിയൻസ്, ഫുഡ് സോഴ്സസ്. എനർജി പ്രൊവൈഡിങ് ഫുഡ് ഇപ്പൊ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ആണ്, പ്രൊട്ടക്ട് ചെയ്യുന്നത് മിനറൽസും വൈറ്റമിൻസും. ഏതൊക്കെയാണ് നമ്മൾ ആഹാരം കഴിക്കാനുള്ളതെന്ന് ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ന്യൂട്രീഷൻ? എന്താണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അല്ലെ? ന്യൂട്രീഷൻ സം ഓഫ് പ്രോസസ് ഓഫ് വിച്ച് ആൻ ഓർഗൻ സ്റ്റേസ് ഇൻ മെറ്റബോളിസം യൂട്ടിലൈസേഷൻ ഫോർ സബ്സ്റ്റൻസ് ഇൻ വേരിയസ് ബയോകെമിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ ബോഡിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ന്യൂട്രീഷൻ ആവശ്യമാണ് അല്ലെ? ന്യൂട്രീഷൻ പോഷകാഹാരങ്ങൾ നമുക്ക് എല്ലാം വേണം അല്ലെ? ബോഡിയിൽ ന്യൂട്രിയൻസ് ആർ ദ ഓർഗാനിക് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് വിച്ച് ഹെൽപ്പ് ഇൻ അവർ സർവൈവൽ മെയിൻറ്റെയിൻ പ്രോപ്പർ ഹെൽത്ത്. നമ്മുടെ ബോഡിന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള നല്ല ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ന്യൂട്രിയൻസ് അടങ്ങിയേ പറ്റൂ. എ ന്യൂട്രിയൻ സപ്ലൈസ് എനർജി ടു ദ ബോഡി. ന്യൂട്രിയൻസ് നമുക്ക് എന്ത് തരുന്നുണ്ട്? ബോഡിക്ക് എനർജി തരുന്നുണ്ട്, ബോഡിക്ക് നല്ല പോലെ എനർജി തരുന്നുണ്ട്. ബിൽഡ് ആൻഡ് റിപ്പയർ ബോഡി ടിഷ്യൂസ്, റെഗുലേറ്റ്സ് ദ ബോഡി മെറ്റബോളിസം. നോക്കിക്കേ, ബിൽഡ് ആൻഡ് റിക്വയർ ബോഡി ടിഷ്യൂസ് അല്ലെ? ടിഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കലകള്, കോശങ്ങള്, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ന്യൂട്രീഷൻ ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ, ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ പ്രോസസ് വിച്ച് ആൻ ഓർഗാനിസം ടേക്സ് ഇൻ മെറ്റബോളിസം. നമ്മുടെ ബോഡി നടക്കുന്ന മെറ്റബോളിസം എന്ന് പറയുന്നതാണ് പല തരത്തിലുള്ള ഉപാധി പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് അല്ലെ? ഹാർട്ട് ഇടിക്കുന്നത് അല്ലെ? ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം പ്രവർത്തനങ്ങളാണ്. അപ്പൊ മെറ്റബോളിസം യൂട്ടിലൈസ് ഫുഡ് സബ്സ്റ്റൻസ് ഫോർ ഇറ്റ്സ് വേരിയസ് ബയോകെമിക്കൽ ആക്ടിവിറ്റി. ധാരാളം ബയോകെമിക്കൽ ആക്ടിവിറ്റി, ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നത്, ഇതെല്ലാം നമ്മുടെ ബോഡി നടക്കുന്നതാണ് അല്ലെ? വൃക്ക എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വൃക്കയിലെ കല്ല് അരിച്ചു മാറ്റുന്നത്, മൂത്രത്തിലെ കല്ല്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ തന്നെ അപ്പൊ ഇതൊക്കെ ഒരുപാട് നടക്കുന്ന മെറ്റബോളിസം പ്രവർത്തനങ്ങൾ, ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഇവയുടെ എല്ലാം പ്രവർത്തനത്തിന് എന്ത് വേണം? ന്യൂട്രീഷൻ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ന്യൂട്രീഷൻ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്, മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും. സിമ്പിൾ ആയിട്ട് പഠിക്കാം. മൈക്രോ ന്യൂട്രിയൻസും വേണം, മാക്രോ ന്യൂട്രിയൻസും വേണം. ഇനി മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ലാർജ് എമൗണ്ട്, നിറയെ അല്ലെങ്കിൽ ധാരാളം അളവിൽ നമുക്ക് വേണ്ടതാണ് എന്തെന്ന് പറയുന്നത്? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ധാരാളം അളവിൽ നമുക്ക് എന്ത് വേണം? മാക്രോ ന്യൂട്രിയൻസ് വേണം. ധാരാളം അളവിൽ റിക്വയർഡ് ആണ്, അത് ആവശ്യമാണ്. 1 2 അല്ല, നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ലാർജ് എമൗണ്ടിൽ നമുക്ക് വേണം.
അത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് നമുക്ക് ബോഡിയിൽ ഇഷ്ടം പോലെ വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് കമ്പനീസും ഇതൊക്കെ എന്താണ് നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ട് വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമുക്ക് ഒരു കാരണവശാലും നമ്മളിപ്പോ പറഞ്ഞ ഷുഗറും നട്ട്സും ഇതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് നമുക്ക് ശരീരത്തിൽ എന്ത് വേണം? ധാരാളം അല്ലെ, ലാർജ് എമൗണ്ടിൽ നമുക്ക് ബോഡിയിൽ വേണം എന്നാണ് മാക്രോ ന്യൂട്രിയൻസ് പറയുന്നത്. ഇനി മൈക്രോ ന്യൂട്രിയൻസോ? എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ? ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മാൾ എമൗണ്ട്, ചെറിയ അളവിൽ മതി, ആ രീതിയിലുള്ളതിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ. സ്മോൾ ആയിട്ടുള്ള കണ്ടന്റ് മതി, നമുക്ക് ചെറിയ എമൗണ്ടിൽ മതി. അത് ഏതൊക്കെയാണ്? വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് എങ്ങനെ മതി? ഒരു ഈക്വൽ ആയിട്ടുള്ള നമ്മുടെ ബോഡിയുടെ നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് മതി? മൈക്രോ ന്യൂട്രിയൻസ് മതി. ഓക്കെ. പക്ഷെ മാക്രോ ആണെങ്കിലോ കാർബോഹൈഡ്രേറ്റും ഫാറ്റും അത് മാത്രമല്ല പ്രോട്ടീനും വാട്ടറും ഒക്കെ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? ലാർജ് എമൗണ്ടിൽ വേണം. എന്നാൽ മൈക്രോയില് സ്മോൾ എമൗണ്ടിൽ മതി നമുക്ക് എന്ത്? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? നമ്മുടെ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അനുസരിച്ചൊക്കെ മതി. അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 1 molecule ഓഫ് ഗ്ലൂക്കോസ് yield 38 ATP molecules. 1 ATP gives 34 കിലോ ജൂൾ. മനസ്സിലായോ? അത് കൃത്യമായിട്ട് ഒരു എന്താണ് നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നതെന്നാണ്, നമ്മൾ എങ്ങനെയാ സം ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നാണ്. നമ്മുടെ വെയിറ്റും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് എന്ത് മതി? നമ്മൾ കഴിക്കുന്ന വെയിറ്റ് ഫുഡൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് മതി? മൈക്രോ ന്യൂട്രിയൻസ് മതി. ഇനി എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്നാണ്. എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ് ആർ ദ കെമിക്കൽ കമ്പൗണ്ട്സ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ശ്രദ്ധിച്ചിരിക്കാം, കാർബോഹൈഡ്രേറ്റ് എന്തൊക്കെ കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? എന്തൊക്കെയാണ് മെയ്ഡ് അപ്പ് ഓഫ് എന്ന് പറയുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മനസ്സിലാവുന്നുണ്ടോ? കാർബോഹൈഡ്രേറ്റ് ആൻഡ് കെമിക്കൽ കമ്പൗണ്ട്സ്, ഒരു കെമിക്കൽ കമ്പൗണ്ട്സ് ആണ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ അല്ലേ? They release energy biological oxidation with the help of cellular enzyme. They are the cheaper source of energy. അല്ലെ? They are energy biological oxidation with the help of cellular enzyme. ഒരു cellular enzyme എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യും with the help of cellular enzyme. പിന്നെ എന്താ പറയുന്നത്? They are cheapest source of energy. ഊർജത്തിന്റെ എന്താണ്? 1 gram എന്ന് പറയുന്ന കാർബോ എന്ന് പറയുന്നത് എന്താണ്? ഊർജത്തിന്റെ വില കുറഞ്ഞ ഒരു ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? കംപ്ലീറ്റ് ബയോളജിക്കൽ ഓക്സിഡേഷൻ ഓഫ് 1 gram കാർബോഹൈഡ്രേറ്റ് yield about 80 കിലോ ജൂൾസ് ഓഫ് എനർജി. ഇവിടെ പറഞ്ഞു ഒരു ഗ്രാം കാർബോഹൈഡ്രേറ്റിന്റെ പൂർണ്ണ അതിന്റെ ഓക്സീകരണം എന്ന് പറയുന്നത് 18 കിലോ ഊർജ്ജം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് നൽകുന്നുണ്ടെന്നാണ്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കംപ്ലീറ്റ് ബയോളജിക്കൽ ഓക്സിഡേഷൻ ഓഫ് ദ 1 gram കാർബോഹൈഡ്രേറ്റ്. 1 gram കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണെങ്കിൽ അവയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? 18 കിലോ ജൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. 1 kilo calories of heat is required rise the temperature 1 liter of water through 1 degree Celsius. വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. 1 kilo calories ഹീറ്റ് റിക്വേർഡ് അല്ലെ? ഹീറ്റ് റിക്വേർഡ് അല്ലെങ്കിൽ എന്താണ്? ഹീറ്റ് റിക്വേർഡ് എന്ന് പറഞ്ഞാൽ ചൂടും കാര്യങ്ങളൊക്കെ എന്താണ് ആവശ്യമായ സമയത്ത് നമുക്ക് എന്താണ്? റൈസ് ടെമ്പറേച്ചർ ഓഫ് 1 liter വാട്ടർ ത്രൂ 1 degree Celsius. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 kilo calorie equal to 4.80 കിലോ ജൂൾ. 1 കിലോ ജൂൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 4.80 into 1000 calories. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് എന്താണ്? ഒരു ബോഡിയിലെ 60 മുതൽ 80% ടോട്ടൽ എനർജി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ബോഡിയിൽ എന്താണ്? റിക്വേർഡ് ആണ്, ആവശ്യമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഇനി അവിടെ അടുത്ത നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് ഒരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കോമൺ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഷുഗർ ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്? സ്റ്റാർച്ച് ആണ് ആദ്യം നമുക്ക് കൊടുക്കുന്നത്. കോമൺ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറൽസ്, വീറ്റ്, റൈസ്, മെയ്സ് അല്ലെ? ചോളം, അതുപോലെ തന്നെ എന്താണ്? ഗോതമ്പ്, അതുപോലെ നെല്ല്, മില്ലറ്റ്സ് ആയിട്ടുള്ള ബജ്ര, പിന്നെ ജോവർ, ബാർലി, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, സ്വീറ്റ് പൊട്ടാറ്റോ, ടപ്പിയോക്ക, പൊട്ടറ്റോ, ഇതിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? സ്റ്റാർച്ച് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഷുഗർ ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? ക്യാൻ ഷുഗർ, ബീട്രൂട്ട് അല്ലെ? ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബീട്രൂട്ട് ഫ്രൂട്ട്സ്, ബനാന, മാംഗോ, സപ്പോട്ട, ചിക്കു, മിൽക്ക്, ഹണി, ഇതിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? ധാരാളമായിട്ട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. സെല്ലുലോസ്, സെൽ വാൾസ് ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിലും സെറൽസിലൊക്കെയാണ് സെറൽസിലൊക്കെയാണ് എന്തടങ്ങിയിട്ടുള്ളത്? സെല്ലുലോസ് നമുക്ക് ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? അടങ്ങിയിട്ടുള്ളത്. ധാന്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റാർച്ച് ആൻഡ് ഷുഗേഴ്സ് ആർ അബ്സോർബ്ഡ് ഗ്ലൂക്കോസ്. സ്റ്റാർച്ചും ഷുഗറും ധാരാളം എന്ത് ചെയ്യുന്നു? അബ്സോർവ് ചെയ്യുന്നുണ്ട്. എന്തിനെ? ഗ്ലൂക്കോസിന് അല്ലെ? ദ സർപ്ലസ് ഗ്ലൂക്കോസ്
is changed in glycogen which store is liver in subsequently. ഫോർ ഡീറ്റെയിൽ റിഫർ ടു ലെസൺ 30. നമുക്ക് 13ാമത്തെ ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് സ്റ്റാർച്ചും ഷുഗറും ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സർവ് ചെയ്യുന്നുണ്ട്, അല്ലെ? അബ്സർവ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്ലൂക്കോസ് ഈസ് ഫൈബ്രസ് സബ്സ്റ്റൻസ് വിച്ച് നോട്ട് ഈസ് ഡൈജസ്റ്റഡ് ബൈ ഹ്യൂമൻ ബോഡി. ഹൗവർ ഇറ്റ് സെർവ് റഫേഴ്സ് ഫെസിലിറ്റീസ് ബവൽ ആൻഡ് മൂവ്മെന്റ്സ്. എന്താ പറയുന്നത്? സെല്ലുലാസ് ഫൈബ്രോസ് സബ്സ്റ്റൻസ്, സെല്ലുലാസ് എന്ന് പറയുന്നത് ഫൈബ്രോസ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് നോട്ട് ഡൈജസ്റ്റഡ് ബൈ ഹ്യൂമൻ ബോഡി, അല്ലെ? ഇവിടെ പറയുന്നുണ്ട് മലവിസർജനം അല്ലെങ്കിൽ ബവൽ എന്ന് പറയുന്ന അല്ലെ ബവൽ മൂവ്മെന്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രഫേജ് ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നത് സെല്ലുലോസ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ചില സമയത്ത് കോൺസ്റ്റിപ്പേഷനും അത് മാത്രമല്ല സുഖകരമായിട്ടുള്ള മലമൂത്ര വിസർജനം നടക്കാതെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ധാരാളം എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം, നാരടങ്ങിയ ആഹാരം കഴിക്കണം എന്നൊക്കെ ഡോക്ടർ നമ്മളോട് സജസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെ? അതൊക്കെ എങ്ങനെയാണ് പറയുന്നത്? സെല്ലുലോസ് ഇസ് ഫൈബ്രോ സബ്സ്റ്റൻസ് വിച്ച് ഇസ് നോട്ട് ഡൈജസ്റ്റഡ് ബൈ ഹ്യൂമൻ ബോഡി. However, it serve and refers and facilities bowel movement. മല വിസർജന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്ന ഫുഡും അതിന്റെ പെർസെന്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ലാക്ടോസ് ഷുഗർ പ്രൊമോട്ട് ഗ്രോത്ത് ഇൻ ഇൻഡൻസ് ഇൻ ബാക്ടീരിയ ദാറ്റ് ഫെസിലിറ്റീസ് ആൻഡ് അബ്സർപ്ഷൻ ഓഫ് കാൽഷ്യം. എന്താണ് പറയുന്നത്? ലാക്ടോസ് ഷുഗർ പ്രൊമോട്ട് ഗ്രോത്ത് ഇൻഡൻസിൻ, അല്ലെ? ഇൻഡൻസിൻ എന്ന് പറഞ്ഞാൽ കുടലിലെ ബാക്ടീരിയയുടെ വളർച്ച എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എന്താ സംഭവിക്കുന്നത്? കൂടുതലായിട്ട് ഫെസിലിറ്റി ചെയ്യുന്നുണ്ട് അബ്സർപ്ഷൻ കാൽഷ്യം, അല്ലെ? കുടലിലെ ബാക്ടീരിയയുടെ വളർച്ചയാണ് ഗ്രോത്ത് ഓഫ് ഇൻഡൻസിൻ. ഇനി എക്സസ് കാർബോഹൈഡ്രേറ്റ് കൺവെർട്ട് ഗ്ലൈക്കോജനെ ഫാറ്റ്. നേരത്തെ പറഞ്ഞതാണ് എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സോഴ്സ് ഓഫ് എനർജി ആയിട്ടൊക്കെ മാറുന്നുണ്ട്. ഇവിടെ പറഞ്ഞു ഗ്ലൂക്കോസ് സ്റ്റാർച്ചും അബ്സർവ് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോസിനെ. സെല്ലുലോസ് പ്രൊവൈഡ് ഫേസിൽ ബൾക്ക് ആൻഡ് ഹെൽപ്പ് ഇൻ ബവൽ മൂവ്മെന്റ്. സെല്ലുലോസ് നമുക്ക് എന്ത് മൂവ്മെന്റ് ക്ലിയർ ആക്കി വിടുന്നുണ്ട്? ബവൽ മൂവ്മെന്റ്. ബവൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ മലവിസർജനം നമുക്ക് സ്മൂത്തി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിടുന്നുണ്ട്. പിന്നെ ഗ്ലൂക്കോസ് ഈസ് ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനൊക്കെ എന്ത് വേണം? ഗ്ലൂക്കോസും കാര്യങ്ങളും നമുക്ക് വേണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലൂക്കോസും കാര്യങ്ങളും നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്ത് വേണം? നല്ല രീതിയിൽ നമ്മളെ നെർവൊക്കെ നല്ലപോലെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് വേണം. ഫാറ്റ് എന്താണ്? ഫാറ്റ്സ് ആർ മെമ്പേഴ്സ് ഓഫ് ലിപ്പിഡ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം ലിപ്പിഡ് കൊണ്ട് എന്താണ് അടങ്ങിയിട്ടുള്ളതാണ്. ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആർ ആൾസോ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ. ഫാറ്റ് എങ്ങനെയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കൊണ്ടാണ്. ഹൗവർ ഫാറ്റ്സ് കണ്ടെയ്ൻ മോർ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആൻഡ് ലെസ് ഓക്സിജൻ, അല്ലെ? ധാരാളം കാർബണും പിന്നെ എന്തുകൊണ്ട്? ഹൈഡ്രജനും ഉണ്ട്. കുറച്ച് എന്തുകൊണ്ട്? ലെസ് ആയിട്ട് ആരും ഉണ്ട്? ഓക്സിജനും ഉണ്ട്. ഫാറ്റ്സ് ആർ ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജി. ഫാറ്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ആണല്ലേ? ധാരാളം കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ എന്താണ്? റിച്ചസ്റ്റ് സോഴ്സ് ആണ്. ഫാറ്റ്സ് ആർ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ബട്ട് സൊല്യൂബിൾ ഇൻ സോൾവെന്റ് ലൈക്ക് അസറ്റോൺ ആൻഡ് ബെൻസൈൻ. ഇവിടെ പറഞ്ഞൊരു ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൊല്യൂബിൾ വാട്ടർ. ഫാറ്റ് വെള്ളത്തിൽ എന്ത് ചെയ്യില്ല? ലയിക്കോ? ഇല്ല, അല്ലെ? ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ബട്ട് സൊല്യൂബിൾ ഇൻ സോൾവെന്റ് ലൈക്ക് അസറ്റോൺ, ബെൻസൈൻ. എവിടെയൊക്കെയാണ് ലയിക്കുന്നത്? അസറ്റോണിലും ബെൻസൈമിലും ലയിക്കുന്നുണ്ട്. കെമിക്കലി ഫാറ്റ്സ് ട്രൈഗ്ലിസൈഡ്. മനസ്സിലായോ? എവിടെയാണ് ട്രൈഗ്ലിസൈഡ്? കെമിക്കലി ഫാറ്റ്സ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ട്രൈഗ്ലിസൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫങ്ഷൻസ് ഓഫ് ഫാറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഫാറ്റ് എന്താണ്? അനിമൽ സോഴ്സിൽ ഏതൊക്കെയാണ്? ഗീ, ബട്ടർ, ഫിഷ്, ഓയിൽ, മീറ്റ്, എഗ് ഒക്കെ എന്താണ്? അനിമൽ സോഴ്സ് ആണ്. പ്ലാന്റ് സോഴ്സിൽ ഏതൊക്കെയാണ്? വെജിറ്റബിൾ ഓയിൽ, അല്ലെ? വെജിറ്റബിൾ ഓയിൽ. പിന്നെ എന്താണ്? ഫ്രം ദ സീഡ്സ് കോക്കനട്ട്, അല്ലെ? മസ്റ്റാർഡ്, കടുകില്, സൺഫ്ലവറില്, എന്താണ് സാഫ്രോണില്, ഇതിലൊക്കെ എന്തുണ്ട്? നമ്മുടെ ഫാറ്റ് ധാരാളമായി എന്ത് ചെയ്യുന്നുണ്ട്? അടങ്ങിയിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മിൽക്കില്, നട്ട്സിലൊക്കെ, സോയാബീനില്, ഗീല്, അല്ലെ? ചീസില് ഒക്കെ നമ്മള് ഫാറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വേരിയസ് ആയിട്ടുള്ള ഹോർമോണിന്റെ വളർച്ചയ്ക്ക് നമുക്ക് ഫാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? നമ്മുടെ സ്ട്രക്ചറൽ കമ്പോണ്ട് സൈറ്റോപ്ലാസം ആൻഡ് സെൽ മെമ്പറൈൻ ഒക്കെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട്. ഓക്സിഡേഷൻ കാര്യങ്ങളില്. പിന്നെന്താണ്? നമ്മുടെ ബോഡിയിൽ ധാരാളം സബ്സിക്വന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഫാറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ചില ഘട്ടങ്ങളിൽ കൂടാനും പാടില്ല, എന്നാൽ നമുക്ക് മിതമായ രീതിയിൽ എന്ത് വേണം? ഫാറ്റ് വേണം. ഇനി പ്രോട്ടീൻ. എന്താണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്? പ്രോട്ടീൻ ആർ എക്സ്ട്രീംലി ലാർജ് മോളിക്യൂൾസ് കമ്പോസ്ഡ് ഓഫ് മെനി അമിനോ ആസിഡ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ലാർജ് മോളിക്യൂൾസ് ആയിട്ട് എന്ത് കമ്പോസ് ചെയ്ത് വിടുന്നോ? അമിനോ ആസിഡ്, അല്ലെ? പ്രോട്ടീൻ ആർ കോംപ്ലക്സ് ഓർഗാനിക് കമ്പോണ്ട്സ് റിച്ച് കാർബൺ. പ്രോട്ടീനിൽ എന്തുണ്ട്? ധാരാളം കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അല്ലെ? സംടൈംസ് ചില സമയത്ത് ഫോസ്ഫറസും സൾഫറും കൂടെ
ഉണ്ട്. ചില സമയത്ത് എന്തുണ്ട്? ഫോസ്ഫറസും സൾഫറും ഉണ്ട്. എന്തിനൊക്കെയാണ് നമ്മൾ പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, നമ്മുടെ വളർച്ചയ്ക്കും വികസനത്തിനും അല്ലെ വികാസത്തിനും നമുക്ക് എന്ത് വേണം? പ്രോട്ടീൻ വേണം. നമ്മുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങളും, അത് വെച്ചാൽ എന്താണ്? പലതരത്തിലുള്ള ഒടിവ് ചതവ് ഇതൊക്കെ വരുമ്പോൾ റിപ്പയർ ആകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രോട്ടീൻ വേണം. യൂസ് സിന്തസിസ് ആന്റിബോഡീസ്, നമ്മുടെ ആന്റിബോഡീസ് ആയിട്ട് എൻസൈമായിട്ട് ഹോർമോണായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ദേ ക്യാൻ ആൾസോ യൂസ്ഡ് ഫോർ സോഴ്സ് ഓഫ് എനർജി. 1 gram പ്രോട്ടീൻ ഈൽഡ് അബൌട്ട് 4 കിലോകൽ എനർജി ബിൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 gram പ്രോട്ടീൻ ആണെങ്കിൽ അതിന് എന്താണ്? 4 എനർജിയാണ് ബിൽഡിംഗ് ബ്ലോക്സ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്ക്. എസെൻഷ്യൽ അമിനോ ആസിഡും ഉണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും ഉണ്ട്. മനസ്സിലായല്ലോ? എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള അമിനോ ആസിഡും ഉണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത അമിനോ ആസിഡും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാനേ കഴിയും, കാരണം വലിയ പാഠമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? നിങ്ങൾ കൂടെ ഇരുന്ന് അതിനെ മനസ്സിലാക്കി എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മാത്രം മതി. എല്ലാം ഒന്നും നമ്മുടെ എക്സാമിന് ചോദിക്കോ? ഇല്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? ചോദിച്ച് അത് പഠിച്ച് വൃത്തിയായിട്ട് എന്ത് ചെയ്താൽ മതി? പോയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ത് ചെയ്യണം? ദഹിക്കണം അല്ലെ, ഡൈജഷൻ ആണ്. ലൈക്ക് ഫാറ്റ്, പ്രോട്ടീൻ ക്യാൻ നോട്ട് ബി ഒബ്സർവ്ഡ് ടിഷ്യൂ അണ്ടിൽ ദേ ആർ ബ്രോക്കൺ ഫോർ അമിനോ ആസിഡ്. ദ ഡൈജഷൻ പ്രോട്ടീൻ ആൻഡ് സ്റ്റൊമക് ആൻഡ് സ്മാൾ ഇൻറ്റൻസിറ്റി വേർ ആസിഡ് എൻസൈം ബ്രേക്ക് പ്രോട്ടീൻ അമിനോ ആസിഡ്. നമുക്ക് ഡൈജഷൻ എന്താണ്? അമിനോ ആസിഡും നമുക്കറിയാം. എൻസൈമായിട്ട് കലരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ചെറുകുടലിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് സ്മോൾ ഇൻറ്റൻസിലാണ്. സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? അനിമൽ സോഴ്സസ് അല്ലെ. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. മിൽക്ക്, എഗ്, ഫിഷ്, ബീൻസ്, അതുപോലെ തന്നെ എന്താണ്? മീറ്റ്, ലിവർ, ഇതെല്ലാം എന്താണ്? അനിമൽ സോഴ്സസ് ആണ് അല്ലെ പ്രോട്ടീന്റെ. അതിൽ തന്നെ പ്ലാന്റ് സോഴ്സസും ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? പ്രോട്ടീൻസ് ആർ റിക്വേർഡ് ബിൽഡിംഗ് മെയിൻറ്റെയിനിങ് ബോഡി ടിഷ്യൂസ്. ബോഡീന്റെ ടിഷ്യൂസിനെ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രോട്ടീൻ ആണ് അല്ലെ. പിന്നെ പ്രോട്ടീൻ ആർ ഫൗണ്ട് ഇൻ ഓൾ എൻസൈംസ്, ട്രൈപ്സിൻ, പെപ്സിൻ, പിന്നെ എന്താണ്? പെപ്സൈൻ, പിന്നെ എന്താണ്? റെനിൻ. പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? എൻസൈംസ് ആണ്. എക്സാമ്പിൾ ഏതാണ്? ട്രൈപ്സിൻ, എന്താണ്? ട്രിപ്സിൻ, അതുപോലെ പെപ്സിൻ, പിന്നെ എന്താണ്? റെനിൻ അല്ലെ. സം പ്രോട്ടീൻ ഫങ്ഷൻസ് ഓഫ് ഹോർമോൺ. ചില പ്രോട്ടീൻ നമ്മുടെ ഹോർമോണിന് എന്താണ്? വളരെയധികം ആപ്റ്റ് ആണ് അല്ലെ. ചില പ്രോട്ടീൻ എന്താണ്? നമ്മുടെ ഹോർമോണിന് വളരെയധികം ആപ്റ്റ് ആണ്. റെഗുലേറ്റ് മെനി ബോഡി ഫങ്ഷൻസ്. നമ്മുടെ ബോഡിയിൽ ധാരാളം ഫങ്ഷൻസ് ആര് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇൻസുലിൻ ഹോർമോൺ വിച്ച് റെഗുലേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ്. നമുക്കറിയാം ബ്ലഡ് അല്ലെ അധികരിച്ചു വരുന്ന ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ന്യൂട്രലിൽ എത്തിക്കുന്നതൊക്കെ എന്താണ്? പ്രോട്ടീനും കാര്യങ്ങളാണ്. പിന്നെ ആന്റിബോഡീസ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഹീമോഗ്ലോബിന്റെ അളവ് ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ. ക്ലിയർ? ഇനി വൈറ്റമിൻസ്. എന്താണ് വിറ്റാമിൻസ് എന്ന് പറയുന്നത്? വിറ്റാമിൻസ് ഇസ് കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റൻസ് റിക്വയർഡ് ബൈ ദ ബോഡി വെരി സ്മാൾ അമൗണ്ട്സ്. വളരെ ചെറിയ അളവിലാണ് നമുക്ക് എന്ത് വേണ്ടത്? വിറ്റാമിൻസ് വേണ്ടത്. പക്ഷേ അത് നമുക്ക് കഴിക്കാതിരിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കാതെ നിർത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് ധാരാളം എന്ത് ചെയ്യണം? വിറ്റാമിൻസ് അടങ്ങുന്ന നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്കും ഒക്കെ നമ്മൾ എന്ത് കഴിക്കണം? വിറ്റാമിൻസ് അടങ്ങുന്ന ഫുഡ് പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കണം. ദേ ആർ എസെൻഷ്യൽ ഫോർ ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ട് ബോഡി ഫ്രം വേരിയസ് ഡിസീസസ്. പല അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വൈറ്റമിൻസ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കേണ്ടതായിട്ട് ഉണ്ട്. ദേ ആർ എസെൻഷ്യൽ ഫോർ ദ യൂട്ടിലൈസേഷൻ അതർ ന്യൂട്രിയൻസ് ആൻഡ് ഡയറ്റ്. നമ്മൾ വൈറ്റമിൻസ് എങ്ങനെയാണ്? വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ഉണ്ട്, പിന്നെ എന്താണ്? ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള കൊഴുപ്പിൽ അടങ്ങിയതും ഉണ്ട്, വെള്ളത്തിൽ അലിയുന്നതും ഉണ്ട്. വെള്ളത്തിൽ അലിയുന്നത് എങ്ങനെയാണ്? BC എന്നാണ് നമ്മൾ പറയുന്നത്. ബിയും സിയും എന്താണ്? വൈറ്റമിൻ, വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ്. എന്നാൽ നമ്മുടെ കൊഴുപ്പിൽ അലിയുന്നത് എന്തൊക്കെയാണ്? ADEK അല്ലെ. ADയും EKയും. ഇത് നമ്മൾ പണ്ട് ഈ PSC ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില സാറുമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ്? അടക്ക് അല്ലെ, അടക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു വെക്കുന്നത്. അപ്പൊ കൊഴുപ്പിൽ അടങ്ങുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? അടക്ക്, ADEK. അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോയില്ലേ? ബിയും സിയും നമ്മൾ എന്തിലാണ്? വാട്ടർ സൊല്യൂബിൾ ആണ്. എന്നാൽ ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറയുന്നത് ADEK. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻസും അതുപോലെ തന്നെ വൈറ്റമിൻ B2 കൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നു, അതുപോലെ വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി എന്തൊക്കെയാണ്, അതുപോലെ വൈറ്റമിൻ B3, വൈറ്റമിൻ B12, വൈറ്റമിൻ C, വൈറ്റമിൻ A, ഇതെല്ലാം എന്താണ്? അത് എന്തൊക്കെ അസുഖങ്ങൾ വരും, അതിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, എത്ര വേണം, അതിൽ എന്തൊക്കെയാണ് ബെസ്റ്റ് ഫുഡ് സോഴ്സ്, നമ്മൾ എന്തൊക്കെ കഴിച്ചാൽ നമ്മുടെ വൈറ്റമിൻസിന് അസുഖങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരു വലിയ ഫ്ലോ ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അയച്ചു നോക്കാം. തൊട്ടപ്പുറത്ത് ചൈൽഡ് വിത്ത് റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു പിക്ചറൈസും കാണാൻ കഴിയും. അതിലെന്താണ്? ഒരു കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ചൈൽഡ് വിത്ത് റിക്കറ്റ്, കണ എന്ന് പറയുന്ന അസുഖമാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് കണ വരുന്നത്. അതിൽ പറയുന്നുണ്ട് കർവിഡ് ലിംബ് ബോൺസ്. നമ്മുടെ ലിംബ് ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? വളഞ്ഞു പോകുന്നുണ്ട്. ലിംബ് ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്?
വളഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ലാർജ് ഹെഡ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ തല എന്ത് ചെയ്യും, നല്ല വലുതാവും. ബൾജിങ് ഫോർ ഹെഡ്, നമ്മുടെ നെറ്റിത്തടം എന്ത് ചെയ്യും, ബൾജ് ചെയ്ത് വരുന്ന ഒരു അസുഖമാണ്. പിന്നെന്താണ്, പ്രോച്ചുറി അബ്ഡോമൽ, നമ്മുടെ വയറൊക്കെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഉന്തി വരുന്നത് പോലെ. പിന്നെ എപ്പിഫേസ് ഓഫ് ആംഗിൾ എൻലാർജ്ഡ്, ആംഗിളൊക്കെ എന്ത് ചെയ്യുന്നു, വീങ്ങി വരുന്നത് പോലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു റിക്കറ്റ്സിന്റെ എന്താണ് പ്രശ്നങ്ങളാണ്. ഇനി ചൈൽഡ് വിത്ത് കർവിഡ് ലെഗ്, കുട്ടികൾ ജനിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കുട്ടികളുടെ കാല് എന്ത് ചെയ്യും, വളഞ്ഞിരിക്കുന്ന ഒരു രീതി. അതെന്താണ്, ആ കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. കർവിഡ് ലെഗ്, വളഞ്ഞ കാലുകൾ അല്ലെ, ഇതൊക്കെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കുന്ന രോഗങ്ങൾ ആണ്. മനസ്സിലായോ? റിക്കറ്റ് എന്ന് പറയുന്ന അർത്ഥം, റിക്കറ്റ് എന്ന് പറയുന്ന മലയാള പദം എന്ന് പറയുന്നത് കണ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി മിനറൽസ്, എന്താണ് മിനറൽസ് എന്ന് പറയുന്നത്? മിനറൽസ് ആർ മൈക്രോ ന്യൂട്രിയൻസ്. മിനറൽസ് എന്ന് എന്താണ്, മൈക്രോ ന്യൂട്രിയൻസ് ആണ്. റിക്യൂറിംഗ് വേരിങ് എമൗണ്ട് ഫോർ പ്രോപ്പർ ഫംഗ്ഷൻ, നോർമൽ ഗ്രോത്ത്, ഹെൽത്ത് അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ഹെൽത്തിനൊക്കെ നമുക്ക് എന്ത് വേണം, മിനറൽസ് വേണം. ദേ ആർ ഇഗ്നോറിംഗ് എലമെന്റ്സ് ഒക്യൂറിംഗ് ഫ്രം ദെയർ സാൾട്ട്. ഒരിക്കലും നമ്മൾ ഉപ്പ് എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതലായിട്ട് കഴിക്കാതെ മാറ്റിവെക്കുക, ആവശ്യത്തിന് കഴിക്കണം എന്നും പറഞ്ഞ് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാൽഷ്യം, പൊട്ടാഷ്യം, സോഡിയം, ഫോസ്ഫറസ്, അയൺ എക്സെട്ര ഇവയെല്ലാം നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യണം, ആവശ്യത്തിലധികം നമ്മൾ എന്ത് ചെയ്യണം, ബോഡിയിലെ ആഹാര പദാർത്ഥമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ദേ ഡു നോട്ട് സപ്ലൈ എനർജി ഓഫ് ബോഡി എസെൻഷ്യൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡിസീസ് ആൻഡ് ഹാവ് റോഡ് ബോഡി ഫംഗ്ഷൻ. നമ്മുടെ ബോഡിയിലൊക്കെ നമ്മൾ ആവശ്യത്തിന് എന്താണ്, ഫോസ്ഫറസും അതുപോലെ മിനറൽസും ഒക്കെ അടങ്ങിയ ഫുഡ് എന്ത് ചെയ്യണം, സോഡിയം പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയ ഫുഡ് എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കണം എന്നാണ് പറഞ്ഞത്. മിനറൽസ് എന്താണെന്ന് നോക്കി, റിക്വേർഡ് ഇൻ ലാർജ് എമൗണ്ട്സ്, റിക്വേർഡ് ഇൻ ട്രൈസ് എമൗണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, സൾഫർ, ക്ലോറൈഡ്, മെഗ്നീഷ്യം, ഇതിനൊക്കെ നമുക്ക് എന്താണ് ലാർജ് എമൗണ്ട് ആണ്. റിക്വേർഡ് ട്രേസ് എമൗണ്ടിൽ ഏതൊക്കെയാണ്, അയൺ, അയഡിൻ, സിങ്ക് അല്ലെ, ക്രോമിയം, കൊബാൾട്ട്, കോപ്പർ, ഫ്ലൂറോയിഡ്, മാംഗനീസ് ആൻഡ് മോളിബെൻഡും, സെലനിയം ആൻഡ് ബോറോ. കേട്ടോ, ഇതെല്ലാം എന്താണ്, റിക്വേർഡ് ഫോർ ട്രേസ് എമൗണ്ട് ആണ്. ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, മിനറൽസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? എസെൻഷ്യൽ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ബോൺ ആൻഡ് ടീത്ത്, എല്ലുകളുടെയും പല്ലുകളുടെയും എന്താണ് വളർച്ചയ്ക്ക് നമ്മൾ എന്ത് കഴിച്ചേ പറ്റൂ, മിനറൽസ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചേ പറ്റൂ. എല്ലുകളുടെയും പല്ലുകളുടെയും, നമ്മുടെ പല്ലും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം, നമ്മുടെ എല്ല് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ്, കാൽഷ്യം, ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള ധാരാളം മിനറൽസ് കഴിക്കണം. രണ്ടാമത് റെഗുലേറ്റ് ദ ഫ്ലൂയിഡ് ബാലൻസ് ആൻഡ് ആസിഡ് ആൽക്കലി ബോഡി ഫ്ലൂയിഡ്സ്, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്. എന്തൊക്കെയാണ്, റെഗുലേറ്റ് ഫ്ലൂയിഡ് ബാലൻസ്, നമ്മുടെ ബോഡിയിലെ വെള്ളത്തിന്റെ അളവ്, ഫ്ലൂയിഡ് ബാലൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് ഒക്കെ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കണം. ഇതൊക്കെ നമ്മുടെ ഫംഗ്ഷൻ ആണ്. ഇനി അയൺ ഈസ് മേജർ കമോൺ ഹീമോഗ്ലോബിൻ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് അല്ലെ, ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ബോഡിയിൽ എന്ത് ചെയ്യണം, കഴിക്കണം. ഇനി അയഡിൻ ഈസ് റിക്വേർഡ് ഫോർ സിന്തസിസ് തൈറോയ്ഡ് ഹോർമോൺ അല്ലെ, നമ്മുടെ തൈറോയ്ഡ് അധികം വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ ആദ്യം പറയും അല്ലെ, നമ്മുടെ ശരീരത്തിൽ എന്തിന്റെ ഡെഫിഷ്യൻസിയാണ്, അയഡിന്റെ അല്ലെ, അയഡിന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്, അസുഖം ഉണ്ടാകുന്നത്. തൈറോയ്ഡ് ഹോർമോണും തൊറാക്സിനും ഒക്കെ നല്ല പോലെ പ്രവർത്തിക്കണമെങ്കിൽ, ആ എനർജി സെല്ലൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം, അയഡിൻ എന്ത് ചെയ്യണം, ധാരാളമായിട്ട് കഴിക്കണം, അയഡിൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കണം. സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം റെഗുലേറ്റ് ഹോസ്റ്റ് വൈറ്റൽ റിയാക്ഷൻ ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ധാരാളം റിയാക്ഷൻ, വൈറ്റൽ ആയിട്ടുള്ള റിയാക്ഷൻ ഒക്കെ എന്ത് ചെയ്യണം, തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് കഴിക്കണം, സിങ്കും കോപ്പറും മെഗ്നീഷ്യവും ഒക്കെ ധാരാളം കഴിക്കണം. മനസ്സിലായോ? ഇതും അതുപോലെ മിനറൽസും അതിന്റെ ഫംഗ്ഷൻസും ഫുഡ് സോഴ്സസും ഡെഫിഷ്യൻസി ഡിസീസും സിംറ്റംസ് ഒക്കെ ധാരാളം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതും ഒരു ഫ്ലോ ചാർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? എന്താണ് വാട്ടർ? അടുത്ത് എന്താണ് വാട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് വാട്ടർ? ഈസ് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറ്റ്, നമ്മുടെ ശരീരത്തിൽ വേണ്ട ദഹനത്തിനൊക്കെ ആവശ്യമായിട്ടും പിന്നെ എന്താണ് എല്ലാത്തിനും നമ്മുടെ ബോഡിയിൽ വേണ്ടത് എന്താണ്, വെള്ളം തന്നെയാണ് അല്ലെ. 75% ഇൻഫന്റ് ബോഡി ആൻഡ് 60% അഡൾട്ട് ബോഡി. എത്രയാണെന്ന് അറിയാലോ, ഇൻഫന്റിൻ്റെത് 75%, അഡൾട്ടിന്റെ 60% ആണ്. ബോഡി ഈസ് നത്തിങ് ബട്ട് വാട്ടർ അല്ലെ. പിന്നെ എന്താണ് പറയുന്നത്, വേരിയസ് ഫംഗ്ഷൻസ് ഓഫ് വാട്ടർ ആർ സോൾവ്, എല്ലാം നമ്മുടെ വെള്ളത്തിന്റെ കളിയാണ് അല്ലെ. ബോഡിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് പലതരത്തിലുള്ള ഡിസീസ് നമുക്ക് വരും. എസെൻഷ്യൽ ഫോർ ദ ട്രാൻസ്പോർട്ട്, ഡൈജഷൻ, ഫുഡ് മെറ്റീരിയൽ, ഡൈജഷനും അതുപോലെ തന്നെ ദഹന പ്രക്രിയ സുഖകരമാക്കാനൊക്കെ വെള്ളം നമുക്ക് ആവശ്യമാണ്. വേസ്റ്റ്, നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ എന്ത് ചെയ്യുന്നു, കളയണം അല്ലെ. നമ്മൾ വേർത്തു പോകുന്നത്, മൂത്രത്തിലൂടെ പോകുന്നത്, ഇതെല്ലാം എന്താണ് വെള്ളത്തിന്റെ എന്താണ് ആ പ്രവർത്തനം കൊണ്ടാണ്. മെയിൻ്റെനൻസ് ഓഫ് ദി ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയിലെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആക്ട് സോൾവെന്റ് ഇൻ വേരിയസ് റിയാക്ഷൻ ഇൻ ദ ബോഡി അല്ലെ. ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം റിയാക്ഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾവ് ചെയ്യുന്നത് ആരാണ്, വാട്ടർ ആണ്. സോഴ്സസ് ഓഫ് വാട്ടർ എവിടെയാണ്, ഡ്രിങ്കിങ് ഓഫ് പ്ലെയിൻ വാട്ടർ ഓഫ് ടീ, നമുക്ക് എന്താണ് എങ്ങനെയൊക്കെ കഴിക്കാം, എങ്ങനെയൊക്കെ വെള്ളം കുടിക്കാം, ഡ്രിങ്കിങ് ഓഫ് പ്ലെയിൻ വാട്ടർ സാധാരണ വെള്ളം കുടിക്കാം, ടീ കുടിക്കാം, കോഫി കുടിക്കാം, മിൽക്ക് കുടിക്കാം, ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം.
പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കൊണ്ടെത്തിക്കാം. ഈറ്റിംഗ് ഫ്രൂട്ട്സ് അല്ലെ, ധാരാളം പഴവർഗ്ഗങ്ങൾ ഫുഡിലോട്ട് ഉൾപ്പെടുത്തുക. വെജിറ്റബിൾസ് ആൻഡ് ഫിഷ്, ധാരാളം വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫിഷും ഉൾപ്പെടുത്തുക. സം എമൗണ്ട് ഓഫ് വാട്ടർ കംസ് ബൈ പ്രൊഡക്റ്റ് ഓക്സിഡേഷൻ ഗ്ലൂക്കോസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഗ്ലൂക്കോസിന്റെ ബോഡി ഒക്കെ എന്ത് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ധാരാളം വെള്ളം കുടിച്ചാലേ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യും, നിയന്ത്രിക്കാനും കാര്യമായിട്ട് അതിന്റെ ഫംഗ്ഷൻ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇതുവരെയാണ് നമ്മൾ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി കൂടെ എന്ത് ചെയ്യും, നമ്മൾ നോക്കും. നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ എടുത്ത് വെച്ച് നമ്മൾ ഈ ടേബിൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ ടേബിളിനകത്ത് ധാരാളം എന്തുണ്ട്, ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കുക എന്തൊക്കെയാണ് അത്. ലാസ്റ്റ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ടേബിളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ ആദ്യം ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുക, നല്ലപോലെ ബൈഹാർട്ട് ചെയ്യുക. പിന്നെ ചെറിയ നോട്ട് എഴുതിയെടുക്കുന്നവരാണെങ്കിൽ ആ നോട്ടിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് പോകുക. പ്രോട്ടീൻ എന്താണ്, മിനറൽസ് എന്താണ്, ഫാറ്റ് എന്താണ്, വാട്ടർ എന്താണ്, കാർബോഹൈഡ്രേറ്റ് എന്താണ്, ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, അതിന്റെ അടങ്ങിയിരിക്കുന്നത് അല്ലെ, അത് എന്തൊക്കെ വേണം, ഇത്ര ശതമാനം വേണം ഒക്കെ എന്ത് ചെയ്യുക മനസ്സിലാക്കി ഒരു ചെറിയ നോട്ടൊക്കെ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പരിചയപ്പെടുത്തി കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.